കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF 38 സീറ്റുകളിൽ കോൺഗ്രസും 18 മുസ്ലിം ലീഗും മത്സരിക്കും. നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലത്ത് മത്സരിക്കും. KPCC അംഗം റിജിൽ മാക്കുറ്റി ആദ്യ കടലായിയിൽ സ്ഥാനാർത്ഥിയാണ്. നിഖിൽ അളവൂരുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? പ്രമുഖർ ആരൊക്കെയാണ്? സ്ത്രീ പ്രാതിനിധ്യം എത്രത്തോളമാണ്? യുവാക്കളുണ്ടോ? അഖില, ഏതായാലും അത്തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് UDF ഇപ്പോൾ അവരുടെ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസും ലീഗും തമ്മിലൊക്കെ വലിയ രീതിയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതാണ്. ഏതായാലും ആ തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്കൊടുവിൽ കണ്ണൂർ കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ ലക്ഷ്യം. കാരണം സംസ്ഥാനത്തെ UDF ഭരിക്കുന്ന ഒരേ ഒരു കോർപ്പറേഷനാണ്. അവിടെ ഒരു കാരണവശാലും ഭരണം നഷ്ടപ്പെടാതിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ പ്രമുഖരായ ആളുകളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെയുള്ള 56-ൽ 38 സീറ്റുകളിൽ കോൺഗ്രസും 18 മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലത്ത് മത്സരിക്കുന്നുണ്ട്. ഇന്ദിര അടുത്ത വനിതാ സംവരണമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനം. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാന പേരുകളിലൊന്ന് പി ഇന്ദിരയുടേതാണ്. മറ്റൊന്ന് മുൻ കൗൺസിലറായ ലിഷ ദീപക്കും ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട്. 2015 കൗൺസിലിൽ അംഗമായിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ മുണ്ടയാട് ഡിവിഷനിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് UDFൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ശ്രീജ മഠത്തിലും ഈ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് റിജിൽ മാക്കുറ്റിയുടേതാണ്. KPCC മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ റിജിൽ മാക്കുറ്റിയും ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വിവരങ്ങൾ നൽകിയത്.